മിഥുൻ, ഇപ്പോൾ മണ്ഡലപൂജയ്ക്ക് തുടക്കം കുറിക്കുന്ന ചടങ്ങുകൾ ആണല്ലോ ഈ കളഭം എഴുന്നള്ളത്ത്. മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാണ് സന്നിധാനത്ത്? ഗൗതം പ്രദക്ഷിണം പൂർത്തിയാക്കിയിട്ടുണ്ട്. കളഭം എഴുന്നള്ളത്ത് പ്രദക്ഷിണം പൂർത്തിയാക്കിയിരിക്കുന്നു. തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ പ്രദക്ഷിണം പൂർത്തിയാക്കിയിരിക്കുന്നു. തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ ഇപ്പോൾ കളഭം എഴുന്നള്ളത്ത് പൂർത്തിയാക്കി സോപാനത്തിലേക്ക് അഭിഷേകത്തിന് വേണ്ടി പ്രവേശിച്ചിരിക്കുകയാണ്. ഇനിയാണ് മണ്ഡലപൂജ നടക്കുന്നത്. മണ്ഡലപൂജ ചടങ്ങുകളിലേക്ക് ഈ കളഭാഭിഷേകം പൂർത്തിയാക്കിയതിനു ശേഷം കടക്കും. ഇനി ആ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കുകയാണ്. അതിനോടനുബന്ധിച്ചുള്ള ഈ കളഭാഭിഷേക ചടങ്ങിനോടനുബന്ധിച്ച കളഭം എഴുന്നള്ളത്ത് ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കി സോപാനത്തിലേക്ക് കയറിയിരിക്കുന്നു. ഭക്തർക്ക് പ്രവേശനമുണ്ട്, ദർശനമുണ്ട്. ദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്തർക്ക് ക്രമീകരണങ്ങൾ കുറഞ്ഞ ഭക്തജന തിരക്കിൽ തന്നെ സുഗമമായ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തരെയും ഈ സമയം കാണാം. ഇനി ഉള്ള മുഹൂർത്തത്തിൽ 11:30 വരെയുള്ള മുഹൂർത്തത്തിലാണ് ഇത്തവണത്തെ മണ്ഡലപൂജ നടക്കുന്നത്. അതിനോടനുബന്ധിച്ചിട്ടുള്ള ചടങ്ങുകളിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. ശരണമന്ത്രം മുഖരിതമായി ശരണമന്ത്രങ്ങൾ മാത്രം മുഴങ്ങുന്ന അന്തരീക്ഷത്തിൽ ഭക്തിയുടെ ഏറ്റവും പാരമ്യത്തിലേക്ക് സന്നിധാനം എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ ചടങ്ങ് ഇപ്പോൾ ഉള്ള ഈ കളഭാഭിഷേകത്തോടനുബന്ധിച്ചിട്ടുള്ള പ്രദക്ഷിണം പൂർത്തിയാക്കി സോപാനത്തിന് ശ്രീകോവിലിന് ഉള്ളിലേക്ക് തന്ത്രിയും മേൽശാന്തിയും അടക്കമുള്ള ശാന്തിമാർ പ്രവേശിച്ചിരിക്കുന്നു. ഇനി തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജയ്ക്ക് വേണ്ടിയുള്ള ചടങ്ങുകളിലേക്കാണ് കടക്കുന്നത്. പ്രധാനപ്പെട്ട ചടങ്ങ്, ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ചടങ്ങ്, മണ്ഡലകാലത്തെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ചടങ്ങ് 41 ദിവസത്തെ ഭക്തരുടെ ആത്മസമർപ്പണത്തിന്റെ പൂർത്തീകരണത്തിന്റെ ചടങ്ങിലേക്ക് സന്നിധാനം കടക്കുകയാണ്. ഭക്തി നിർഭരമായി തൊഴിൽക്കൈകളോടെ ശരണം വിളികളോടെ ആത്മസമർപ്പണത്തോടെ കാത്തു നിൽക്കുന്ന ഭക്തർക്ക് ഇനി ഒരേ ഒരു ലക്ഷ്യമുള്ളൂ. അത് ഈ മണ്ഡലപൂജ ദർശിക്കുക. മണ്ഡലപൂജാ സമയത്ത് ശബരിമലയിൽ സന്നിഹിതരായിട്ടിരിക്കുന്ന ഭക്തർക്കെല്ലാം ഒരേ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിന്റെ നിമിഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. 41 ദിവസത്തെ മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനം കുറിച്ചുകൊണ്ട്, വ്രതശുദ്ധിയുടെ തീർത്ഥാടനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ആത്മസമർപ്പണത്തിന്റെ പൂർത്തീകരണമായി മണ്ഡലപൂജ ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നടക്കും. 11:30 വരെയുള്ള സമയം കളഭ അഭിഷേകം നടക്കുന്നതിനോടനുബന്ധിച്ചിട്ടുള്ള ചടങ്ങുകൾ കാണാം. ശരണമന്ത്രങ്ങൾ മാത്രം ഈ സന്നിധാനത്ത് നിന്ന് മുഴങ്ങുന്നത് എനിക്ക് ചുറ്റും നിന്നും കേൾക്കാം. ശരണമന്ത്രങ്ങളോടുകൂടി ഭക്തിസാന്ദ്രമായി തൊഴുകൈകളോടെ അയ്യപ്പസ്വാമിക്ക് മുന്നിൽ ആത്മസമർപ്പണത്തോടെ കാത്തു നിൽക്കുന്ന ഭക്തർ. കളഭാഭിഷേക ചടങ്ങാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സന്നിധാനത്ത് കളഭാഭിഷേക ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തത്സമയ കാഴ്ചകളാണ് കാണുന്നത്. ഭക്തർ കാത്തു നിൽക്കുകയാണ്. ഇനി മണ്ഡലപൂജ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ആ പുണ്യ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലേക്ക് കടക്കുകയാണ് സന്നിധാനം. വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. ഗൗതം. മിഥുൻ, എത്രത്തോളം വലിയ ഭക്തജന തിരക്ക് ഈ 41-ന് അവിടെ അനുഭവപ്പെടുന്നു? ഒപ്പം ഭക്തരെ നിയന്ത്രിക്കുന്നുണ്ടോ? കാരണം ഈ വർഷം പലതവണ ഈ ഭക്തരെ കയറ്റിവിടുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഈ മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിക്കുന്ന അവസാനത്തെ ദിവസം 41 ദിവസമാണിന്ന്. ഇന്നത്തെ തിരക്ക് എത്രത്തോളമാണ് സന്നിധാനത്ത്? ഗൗതം, തിരക്ക് നന്നേ കുറവാണ്. സുഗമമായ ദർശനം ഭക്തർക്ക് സാധ്യമാകുന്നു. അതിനുള്ള കാരണം നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതാണ്. വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി 35,000 ഭക്തർക്ക് മാത്രമേ ഇന്ന് ദർശനം അനുവദിക്കുകയുള്ളൂ. ഇന്നലെ 30,000 ഭക്തർക്ക് ദർശനം വെർച്വൽ ക്യൂ വഴി അനുവദിച്ചു. 2,000 ഭക്തർക്ക് മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് ക്രമീകരിച്ച് നൽകിയിരിക്കുന്നത്. സ്പോട്ട് ബുക്കിങ്ങിലൂടെ 2,000 ഭക്തർക്ക് മാത്രം പ്രവേശനം സാധ്യമാകുന്നു. അങ്ങനെ തിരക്ക് നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ്. ഭക്തർക്ക് സന്നിധാനത്തേക്ക് എത്തിക്കുന്നതിന് കൃത്യമായി തന്നെ നിയന്ത്രണമുണ്ട്. കൂടുതൽ ഭക്തജനങ്ങളെ സന്നിധാനത്തേക്ക് കടത്തിവിടുകയില്ല. അഭൂതപൂർവ്വമായിട്ടുള്ള തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട്. ഈ മണ്ഡലപൂജാ ദിവസം സന്നിധാനത്തേക്ക് എത്തുക ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഗ്രഹം നൽകുന്ന, പ്രാർത്ഥനാ നിർഭരമായി കാത്തിരിക്കുന്ന ഒരു മണിക്കൂറുകളാണ്. മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ സമാപനം എന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. 35,000 ഭക്തജനങ്ങളെ മാത്രമാണ് ഇന്ന് വെർച്വൽ ക്യൂ വഴി കടത്തിവിടുക. 2,000 ഭക്തജനങ്ങളെ മാത്രമാണ് സ്പോട്ട് ബുക്കിങ്ങിലൂടെ കടത്തിവിടുക. മുൻകൂട്ടി തീരുമാനിച്ചതാണ് ഈ നിയന്ത്രണം. അതുകൊണ്ട് ഭക്തജന തിരക്ക് സന്നിധാനത്ത് നന്നേ കുറവാണ്. കഴിഞ്ഞ ദിവസം വരെ കണ്ട കാഴ്ചയല്ല സന്നിധാനത്ത് ഇന്ന് കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്ലൈ ഓവറും നടപ്പന്തലും എല്ലാം ഭക്തരാൽ തിങ്ങി നിറഞ്ഞു. എല്ലാ നിമിഷങ്ങളും നിയന്ത്രണങ്ങൾക്ക് അതീതമായി ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തി. പക്ഷേ ഇന്ന് കർശനമായിട്ടുള്ള നിയന്ത്രണം ഉള്ളതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളെ പ്രവേശിപ്പിക്കുന്നതിൽ നിയന്ത്രണം, ഭക്തജനങ്ങൾക്ക് വെർച്വൽ ക്യൂവും സ്പോട്ട് ബുക്കിങ്ങും ഏർപ്പെടുത്തിയിരിക്കുന്നതിൽ നിയന്ത്രണം. അതുകൊണ്ട് തന്നെ തിരക്ക് നന്നേ കുറവാണ്. സുഗമമായ ദർശനത്തോടുകൂടി ഭക്തജനങ്ങൾക്ക് മലയിറങ്ങുന്നതിനുള്ള ഒരു സാഹചര്യം ഇന്ന് ഉണ്ട്. ഈ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഇന്നലെയും ഇന്നും എത്തിയ ഭക്തജനങ്ങൾ ഏറ്റവും ഭാഗ്യം സിദ്ധിച്ച ഭക്തർ എന്ന് തന്നെ പറയാം. കാരണം
തിരക്ക് കുറഞ്ഞ് സുഗമമായി കയറി വരാനുള്ള ഒരു സാഹചര്യം ഈ നിയന്ത്രണം ഉള്ളത് കൊണ്ട് തന്നെ ഇന്നലെയും ഇന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നും എത്തിയ ഭക്തർക്ക് ഒരു ഭാഗ്യം സിദ്ധിച്ച ഭക്തർ, അല്ലെങ്കിൽ ഈ ഒരു ദിവസം സന്നിധാനത്ത് സാന്നിധ്യം ഉണ്ടാക്കാൻ സാധിച്ച ഭക്തർ എന്ന് പറയുന്നത് അത്രയും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആഗ്രഹ സഫലീകരണം നേടിയതിനു ശേഷമാണ് ഇന്നലെ ഭക്തർ മലയിറങ്ങിയത്. ഇന്ന് മലകയറി സന്നിധാനത്തേക്ക് എത്താൻ അനുവാദം ലഭിച്ച ഭക്തരും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഭക്തിയുടെ ഏറ്റവും പാരിമ്യത്തിലേക്ക് സന്നിധാനം കിടക്കുകയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ആ നിമിഷത്തിലേക്ക് സന്നിധാനം കിടക്കുകയാണ്. അയ്യപ്പസ്വാമിയുടെ മുൻപിൽ തൊഴുകൈയോടുകൂടി ആത്മസമർപ്പണത്തോടുകൂടി ശരണമന്ത്രമുഖരിതമായി ശരണം വിളികൾ മാത്രം മുഴങ്ങുന്ന മനസ്സും ശരീരവും അയ്യപ്പസ്വാമിയിൽ സമർപ്പിച്ചുകൊണ്ട് ഭക്തർ ഇവിടെ ഉണ്ട്, സന്നിധാനത്തുണ്ട്, ദർശനം നടത്തുന്നുണ്ട്. മണ്ഡലപൂജാ സമയത്തും സന്നിധാനത്ത് ഉള്ള ഭക്തരും ആത്മസമർപ്പണത്തോടുകൂടി കാത്തു നിൽക്കുന്നത് ഈ ഒരു നിമിഷം ഇവിടെ സന്നിധാനത്ത് നിൽക്കാൻ സാധിച്ചതിൻ്റെ ഒരു നന്ദി പ്രകടമാക്കിക്കൊണ്ട് തന്നെയാണ്, അയ്യപ്പസ്വാമിയോട് നന്ദി പ്രകടമാക്കിക്കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ, ഇനിയുള്ള നിമിഷം, ഏതാനും നിമിഷം കൊണ്ട് തന്നെ, ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഈ മുഹൂർത്തം പൂർത്തിയാകും. മണ്ഡലപൂജയ്ക്കുള്ള മുഹൂർത്തം പൂർത്തിയാകും. 11:00 കൂടി തന്നെ ചടങ്ങുകൾ പൂർത്തിയാകും. പിന്നീട് വൈകിട്ട് 6:30 ദീപാരാധന, 10 മണിയോടുകൂടി ഹരിവരാസനം പാടി നടയടയ്ക്കുമ്പോൾ 41 ദിവസത്തെ ആ മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനമാകുന്നു. ഡിസംബർ 30-ാം തീയതി മകരവിളക്ക് തീർത്ഥാടനത്തിന് വൈകിട്ട് 5 മണിക്ക് നട തുറന്ന് പിന്നീട് തീർത്ഥാടനത്തിൻ്റെ അടുത്ത ഘട്ടം, മകരവിളക്ക് തീർത്ഥാടന ഘട്ടം ജനുവരി 14-ന് മകരവിളക്ക്, ജനുവരി 19 വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യം. ജനുവരി 20-ാം തീയതി പന്തളം രാജപ്രതിനിധി ദർശനം നടത്തി മലയിറങ്ങുന്നതോടുകൂടി മകരവിളക്ക് മഹോത്സവം കൂടി പൂർത്തിയാക്കി ഇത്തവണത്തെ തീർത്ഥാടനത്തിന് പരിസമാപ്തിയും ഉണ്ടാകുന്നു. എന്തായാലും ഭക്തി നിർഭരമായിട്ടുള്ള അന്തരീക്ഷം, വാക്കുകൾക്ക് അതീതമായ ഭക്തി ഏറ്റവും മനോഹരമായി കാണുവാൻ സാധിക്കുന്ന അന്തരീക്ഷം. ഭക്തരെ സംബന്ധിച്ച് നട തുറക്കുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് നട തുറക്കുമ്പോൾ പിന്നീട് തങ്കിയങ്കി ചാർത്തിയുള്ള അയ്യപ്പൻ്റെ ദീപാരാധന, മണ്ഡലപൂജ, മകരവിളക്ക്, ഈ ദിവസങ്ങളിലൊക്കെ സന്നിധാനത്ത് ഒന്ന് നിൽക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഭക്തർക്ക് ഏറ്റവും ആത്മസമർപ്പണം, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹ സഫലീകരണം, ജീവിത അഭിലാഷം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഭക്തിയുടെ പാരമ്യത്തിലേക്ക് സന്നിധാനം എത്തുന്ന കാഴ്ചയാണ് ഈ മണിക്കൂറുകളിൽ, ഈ നിമിഷങ്ങളിൽ സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. ഇനി 11:30 ചടങ്ങ് പൂർത്തിയാക്കുകയാണ്. മനോജും എന്നോടൊപ്പമുണ്ട്. തീർച്ചയായും നിരവധി ഭക്തർ അങ്ങനെ കാത്തു നിൽക്കുകയാണ് ഈ മണ്ഡല പൂജയിൽ അയ്യനെ ദർശിക്കുവാനായി. ഫ്ലൈ ഓവർ വഴി എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കുറവാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും സുഗമമായി തന്നെ അയ്യപ്പനെ ദർശിക്കുവാനുള്ള സൗകര്യം ഇപ്പോൾ ഭക്തർക്കുണ്ട്. ഇവിടെ മണ്ഡല പൂജയോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ ഈ പ്രദക്ഷിണം കഴിഞ്ഞ ശേഷം പൂജകൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി 11:30 അതിന് ഉള്ളിലുള്ള മുഹൂർത്തത്തിലാണ് ഈ മണ്ഡല പൂജ പൂർത്തിയാവുക. അതിനുശേഷവും ദർശനം, അതായത് ഇന്ന് ഹരിവരാസനം പാടി നട അടച്ചു കഴിഞ്ഞാൽ ഇന്ന് 30-ാം തീയതിയോടുകൂടി വീണ്ടും മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കുന്നു. എന്തായാലും ഭക്തിസാന്ദ്രമായിട്ടുള്ള ഈ ഒരു അന്തരീക്ഷത്തിൽ സ്വാമി ശരണം അയ്യപ്പ എന്നുള്ള ഈ ശരണമന്ത്രങ്ങൾ മുഴക്കിക്കൊണ്ട് അങ്ങനെ ഭക്തർ ഓരോരുത്തരായി മുന്നോട്ട് നീങ്ങുകയാണ്. ആ സോപാനത്തിനരികിലേക്ക് ഇരുമുടിക്കെട്ടുമായി എത്തുന്ന ഭക്തരുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അവരോരോരുത്തരും അങ്ങനെ തങ്കയങ്കി ചാർത്തിയുള്ള സ്വാമി അയ്യപ്പനെ കാണുവാനുള്ള ആ ഒരു ആഗ്രഹം, ആ ഒരു ആത്മസംതൃപ്തി അടയുവാനുള്ള കാത്തിരിപ്പാണ്. അവരങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തവണയും, അതായത് എല്ലാ മണ്ഡലകാലങ്ങളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ശബരിമല അത് ഓരോ വർഷം തോറും കൂടുതൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. എന്തായാലും എല്ലാവരും അങ്ങനെ സ്വാമിയെ ധ്യാനിച്ചുകൊണ്ട് ആ സ്വാമിയുടെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആ ശരണമന്ത്ര ധ്വനികളോടുകൂടി അങ്ങനെ കാത്തു നിൽക്കുകയാണ് അയ്യനെ ദർശിക്കുവാനായി. എന്തായാലും സന്നിധാനം ഭക്തി സാന്ദ്രമാണ്. ഈ സന്നിധാനത്താകെ തന്നെ ഈ മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ പുലർച്ചെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം തങ്കയങ്കി ഘോഷയാത്ര എത്തിയപ്പോൾ അതിനെ അനുഗമിക്കുവാനായി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പോലീസും അടക്കമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഭക്തജനങ്ങളും തൊഴുകൈകളോടുകൂടി തന്നെ ആ ഭഗവാന്റെ തങ്കയങ്കിയെ ഏറ്റുവാങ്ങി. ഇപ്പോൾ നിലവിലിപ്പോൾ കളഭാഭിഷേകം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ കളഭാഭിഷേകം കഴിയുന്നതിൻ്റെ ഭാഗമായി തന്നെ ഇവിടേക്ക് പ്രദക്ഷിണം ചെയ്തു പോയത് നമ്മൾ കണ്ടതാണ്. തന്ത്രിയുടെയും മേൽശാന്തിയുടെയും ഒക്കെ കർമ്മികത്വത്തിൽ നടക്കുന്ന ഈ പൂജകൾ, അതിനെ ദർശിക്കുവാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്ന ഭക്തരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കളഭാഭിഷേകം പൂർത്തിയാക്കി ഈ മണ്ഡല പൂജ തുടങ്ങിയിരിക്കുകയാണ്. ഇനിയുള്ള സമയം, ഈ സമയമൊക്കെ തന്നെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം ഈ മണ്ഡലകാലത്തിൻ്റെ അവസാനം നടക്കുന്ന പൂജയാണ്. ഈ പൂജയോടുകൂടി തന്നെ ഈ ശബരിമലയിലെ ഇന്നത്തെ ദർശനം, അതായത് അത്
കഴിഞ്ഞ ശേഷം രാത്രി ഹരിവരാസനം പാടുന്നതോടുകൂടി ഈ മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിക്കുകയാണ്. അതിനുശേഷം പിന്നീട് ഒരു 2 ദിവസം ഈ നട അടച്ചിട്ട ശേഷമാണ് പിന്നെ നട തുറക്കുന്നതെന്നുള്ളതും. എന്തായാലും അടുത്ത മകരവിളക്ക് മഹോത്സവത്തിനും വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സോപാനത്തിനരികെ കാണാൻ സാധിക്കും ഓരോ ഭക്തരും അങ്ങനെ തൊഴുകൈകളോടുകൂടി അയ്യൻ്റെ സന്നിധിയിലേക്ക് എത്തുകയാണ്. അവരൊക്കെ തന്നെ അവരുടെയൊക്കെ മനസ്സിൽ ഒന്ന് തന്നെയാണ്. അവർ ആ അണിഞ്ഞിരിക്കുന്ന മാലയിലുള്ള ആ മുദ്ര തന്നെയാണ് അയ്യപ്പൻ്റെ മുദ്ര. അത് തന്നെയാണ് അവരുടെ മനസ്സിലുമുള്ളത്. ആ അയ്യപ്പൻ്റെ പുണ്യരൂപം, ആ ഒരു രൂപം അവരുടെയൊക്കെ മനസ്സിൽ തെളിഞ്ഞു വരികയാണ്. എല്ലാവരും അങ്ങനെ ഭക്തിസാന്ദ്രമായി തൊഴുകൈകളോടുകൂടി സോപാനത്തിനരികേക്ക് എത്തുമ്പോൾ അവർക്കൊക്കെ ദർശിക്കാൻ സാധിക്കുന്നത് ഇന്ന് തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പനെയാണ് എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. കാരണം എല്ലാ വർഷത്തിലും ഈ തങ്കയങ്കി ചാർത്തുന്ന ദിനങ്ങൾ അത് ഈ അവസാന ദിനങ്ങളാണ്. ആ സമയത്ത് തന്നെ ദർശനത്തിനായി എത്തുന്ന ഭക്തർ ഒരുപാടാണുള്ളത്. എന്തായാലും ഈ ശബരിമല ദർശനം ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും പുണ്യകരമായിട്ടുള്ള നിമിഷങ്ങളാണ് ഓരോ അയ്യപ്പൻ ഭക്തൻ്റെയും. അവർ കാലങ്ങളായി അങ്ങനെ കാത്തിരുന്ന് ശബരിമല ദർശനം നടത്തുന്ന ഒരുപാട് പേരുണ്ട്. അതോടൊപ്പം തന്നെ വർഷാവർഷം ഒരു കാലത്തും മുടങ്ങാതെ എത്തുന്ന ഗുരുസ്വാമിമാരുണ്ട്. അവരെയൊക്കെ അനുഗ്രഹം തേടിയെത്തുന്ന കന്നിസ്വാമിമാരുണ്ട്, മാളികപ്പുറങ്ങളുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഈ ശബരിമലയിലേക്ക് എത്തുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളാണ് ഇതൊക്കെയും. ഈ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പോൾ ആ മണ്ഡല പൂജയ്ക്ക് ആരംഭം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മണ്ഡല പൂജ ഇനി അല്പസമയത്തിനകം തന്നെ കഴിയുന്നതോടുകൂടി പിന്നീട് ഈ മണ്ഡലകാലവും അവസാനിക്കുവാനുള്ള മണിക്കൂറിലേക്ക് കടക്കും. എന്തായാലും ഈ നിമിഷങ്ങളൊക്കെ തന്നെയും ഭക്തിസാന്ദ്രമായി സന്നിധാനത്തെ ഏറ്റവും കൂടുതൽ മനോഹരിതമാക്കുന്ന നിമിഷങ്ങളാണ്. അതായത് ഈ ഒരു അന്തരീക്ഷം അത് ഏതൊരു അയ്യപ്പ ഭക്തനെയും സംബന്ധിച്ചിടത്തോളം ഈ സന്നിധാനത്തേക്ക് കാത്തിരുന്നെത്തുമ്പോഴുണ്ടാകുന്ന ആ ഒരു മനസ്സുഖമുണ്ട്. അത് അയ്യനെ ദർശിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സംതൃപ്തിയുണ്ട്. അതൊക്കെ തന്നെയാണ് നമുക്ക് ഓരോരുത്തരും കാണാൻ സാധിക്കുക. എത്രയൊക്കെ തന്നെ കഠിനമായ മാർഗങ്ങളിലൂടെയായാലും അവർ ഈ ശബരിമലയിലേക്ക് എത്തുമ്പോൾ എത്രയൊക്കെ കല്ലും മുള്ളും ചവിട്ടി അതൊക്കെ കടന്നുകൊണ്ട് ഈ ശബരിമലയിലേക്ക് എത്തുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു ആത്മസംതൃപ്തി അത് തന്നെയാണ്. ആ ഒരു മോക്ഷപ്രാപ്തി തന്നെയാണ് ആഗ്രഹിച്ച് ഓരോ ഭക്തരും അയ്യൻ്റെ സന്നിധിയിലേക്ക് എത്തുന്നത്. ഈ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആ പുണ്യരൂപം, ആ മണികണ്ഠൻ്റെ കലിയുഗവരതൻ്റെ പുണ്യരൂപം അങ്ങനെ തെളിയുന്നു. ഇവിടെ ശരണമന്ത്ര ധ്വനികൾ ഓരോ ഭാഗത്തായി ഉയരുന്നു. സന്നിധാനം അങ്ങനെ ശരണമന്ത്ര മുഖരിതമായി അങ്ങനെ ആ ഒരു ഭക്തിസാന്ദ്രമായി മുന്നോട്ട് പോവുകയാണ്. ഈ മണ്ഡല പൂജ നടക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിലൂടെ കണ്ടു. ഈ പ്രദക്ഷിണം ചെയ്തു വന്ന മേൽശാന്തി അതോടൊപ്പം തന്നെ തന്ത്രി എല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ കാർമ്മികത്വത്തിലാണ് ഈ ഒരു ആചാരപരമായി മണ്ഡല പൂജ നടക്കുന്നത്. രാവിലെ മുതൽ തന്നെ അതിനുവേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നടന്നു. ഇനി ഈ മണ്ഡല പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വൈകിട്ട് നടയടയ്ക്കുവാനുള്ള, അതായത് രാത്രിയോടുകൂടി നടയടയ്ക്കുവാനുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് പോകും. അതിനുശേഷം ഇവിടെ നിന്നും ഇറങ്ങുന്ന ഭക്തർ, ദർശനം കഴിഞ്ഞിറങ്ങുന്ന ഭക്തർ അവരുടെയൊക്കെ മനസ്സിൽ ഒന്നു തന്നെയാണ്, ഇനി അടുത്ത മണ്ഡലകാലത്തും ശബരിമലയിലേക്ക് എത്തുക എന്നുള്ളതാണ്. എന്തായാലും ഇനിയുള്ള മകരവിളക്ക് മഹോത്സവങ്ങളിൽ കൂടെ മഹോത്സവ ദിനങ്ങൾ അത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആ ദിനങ്ങളിലും വലിയ തിരക്ക് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഗൗതം. മിഥുൻ, മനോജ്, ഇന്നിപ്പോൾ ഈ മണ്ഡലപൂജ കഴിഞ്ഞാൽ പിന്നീട് സന്നിധാനത്ത് നടക്കുന്ന ചടങ്ങുകൾ എന്തൊക്കെയാണ്? വൈകിട്ട് 10 മണിക്ക് ഹരിവരാസനം ചൊല്ലി നടയടച്ചാൽ പിന്നീട് 30-ന് മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കുന്നു. അപ്പോൾ മണ്ഡലപൂജയ്ക്ക് ശേഷം സന്നിധാനത്ത് മറ്റെന്തെങ്കിലും വിശേഷാൽ ചടങ്ങുകൾ ഇന്നുണ്ട്? ഗൗതം, ഇന്ന് വൈകിട്ട് 6:30 ഇനി ദീപാരാധന, അതിനുശേഷം അത്താഴ പൂജ. ഹരിവരാസനത്തിന് മുൻപായിട്ട് അത്താഴ പൂജ പൂർത്തിയാക്കും. പിന്നീട് 10 മണിയോടുകൂടി നേരത്തെ തന്നെ 1 മണിക്കൂർ നേരത്തെ, പതിവിലും നേരത്തെ ഹരിവരാസനം പാടി നടയടയ്ക്കും. നെയ്യഭിഷേകം ഇന്ന് രാവിലെ 9:30 വരെ മാത്രമാണ് ഉണ്ടായിരുന്നത്. നെയ്യഭിഷേകത്തിനുണ്ടായിരുന്ന സമയക്രമത്തിൽ മാറ്റം ഉണ്ടായിരുന്നു. 9:30യോടുകൂടി നെയ്യഭിഷേക ചടങ്ങ് പൂർത്തിയാക്കി. ഇനിയുള്ളത് ഉച്ചപൂജ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി നടയടച്ച് വൈകിട്ട് നട തുറന്ന് 3 മണിക്ക് നട തുറന്ന് പിന്നീടുള്ളത് 6:30 ദീപാരാധന, പ്രധാനപ്പെട്ട ചടങ്ങ്. പിന്നീട് അത്താഴ പൂജ, ഹരിവരാസനം പാടി നടയടയ്ക്കും. അതാണ് ഇന്നത്തെ പൂജാ ചടങ്ങുകൾ. ഇന്ന് രാത്രി 11 മണിക്ക് നടയടച്ച് പിന്നീട് 2 ദിവസം, നാളെയും നാളെ കഴിഞ്ഞും നട അടച്ചു തന്നെ. പിന്നീട് ഡിസംബർ 30-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മകരവിളക്ക് തീർത്ഥാടനത്തിന് വേണ്ടി നട തുറക്കുന്നു.
അന്ന് പ്രത്യേക പൂജകളില്ല. പിറ്റേ ദിവസം 31-ാം തീയതി മുതൽ പതിവ് പൂജകൾ ആരംഭിക്കും. 3 മണിക്ക് നട തുറന്ന് ഗണപതി ഹോമം അടക്കമുള്ള ചടങ്ങുകൾ, നിർമ്മാല്യ ദർശനം, മറ്റ് അനുബന്ധ ചടങ്ങുകൾ, ദേവീക്ഷകം അടക്കമുള്ള ചടങ്ങുകൾ 31-ാം തീയതി മുതലാണ് ഉണ്ടാവുക. 30-ാം തീയതി പ്രത്യേക പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ഇപ്പോൾ മണ്ഡലപൂജ ആരംഭിച്ചിരിക്കുകയാണ്. മണ്ഡലപൂജയിലേക്ക് കടന്നിരിക്കുന്നു. മുഹൂർത്തം രാവിലെ 11:30 വരെയാണ്. ആ സമയത്തിനുള്ളിൽ മണ്ഡലപൂജ പൂർത്തിയാകും. തങ്കയങ്കി ചാർത്തി അയ്യപ്പ ഭഗവാന് മണ്ഡലപൂജ പൂർത്തിയാകുന്ന ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. കളഭാഭിഷേകം അല്പസമയം മുൻപ് പൂർത്തിയായി. കളഭം എഴുന്നള്ളത്ത് പൂർത്തിയാക്കി. അതിനുശേഷം ശ്രീകോവിലേക്ക് തന്ത്രിയും മേൽശാന്തിയും പ്രവേശിച്ചു. ഇപ്പോൾ ചടങ്ങുകൾ, പ്രധാനപ്പെട്ട ചടങ്ങ്, വിശിഷ്ടമായിട്ടുള്ള ചടങ്ങ്, ഏറെ വിശിഷ്ടമായിട്ടുള്ള ചടങ്ങ്, മണ്ഡല പൂജയുടെ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. 11:30 കൂടി ചടങ്ങ് പൂർത്തിയാക്കുന്നു. ഇനി ഏകദേശം 1 മണിക്കൂർ ഉണ്ട്. ഭക്തരെ സംബന്ധിച്ച് ആത്മസമർപ്പണത്തിൻ്റെ ഭക്തി നിർഭരമായ ആ 41 ദിവസത്തെ ആ ഒരു ആത്മസമർപ്പണത്തിൻ്റെ പൂർത്തീകരണം കൂടിയാണ് ഈ ഒരു നിമിഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തരെല്ലാവരും ഏറ്റവും ഭക്തിയുടെ പാരമ്യത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് സന്നിധാനത്ത് നിന്ന് നമ്മൾ നേരത്തെ പലവട്ടം പറഞ്ഞതുപോലെ തന്നെ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഭക്തർക്ക് ദർശനമുണ്ട്, നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൂജ നടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഫ്ലൈ ഓവറിൽ ഭക്തരെ ഫ്ലൈ ഓവറിന് മുൻപിലേക്ക് കടത്തിവിടുന്നില്ല. ഫ്ലൈ ഓവറിൽ ഭക്തരെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇനി പൂജകൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഭക്തരെ മുന്നോട്ട് നീക്കുകയും ദർശനം നടത്തുകയും സാധ്യമാവുകയും ചെയ്യുകയുള്ളൂ. ഇത്തരത്തിലുള്ള ക്രമീകരണം ഉള്ളതുകൊണ്ട് തന്നെ ഫ്ലൈ ഓവറിൻ്റെ മുൻഭാഗത്തേക്ക് ഇനിയുള്ള മണിക്കൂറിൽ ഈ ചടങ്ങ് പൂർത്തിയാകുന്ന സമയം അത്രയും ഭക്തർക്ക് പ്രവേശനം ഉണ്ടാവുകയില്ല, ദർശനം ഉണ്ടാവുകയില്ല. 11:30 കൂടി ദർശനം ഉണ്ടാകും. മണ്ഡലപൂജ പൂർത്തിയാകുന്ന ആ നിമിഷം ദർശനം സാധ്യമാവുക എന്നുള്ളത് ഭക്തർക്ക് ഏറ്റവും ആത്മസംതൃപ്തിയും ആത്മസാഫല്യവും ജീവിതാഭിലാഷ സാധ്യവുമൊക്കെ ആകുന്ന ഒരു പുണ്യ നിമിഷം തന്നെയാണ്. ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഭക്തി നിർഭരമാണ്. തത്വമസി എന്നുള്ള ആപ്തവാക്യം 41 ദിവസം വ്രതശുദ്ധിയോടുകൂടി അയ്യപ്പസ്വാമിയെ തേടി കല്ലും മുള്ളും കാനന പാതകളും താണ്ടി സന്നിധാനത്തേക്ക് എത്തിയ ഭക്തർ, ഇടമുറിയാതെ ഓരോ മണിക്കൂറുകളിലും സന്നിധാനത്തേക്ക് ഒഴുകിയെത്തിയ ഭക്തജന പ്രവാഹം, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ഭക്തർ സന്നിധാനത്തേക്ക് വിദേശികളടക്കം ഒഴുകിയെത്തിയ നാളുകൾ, വ്രതശുദ്ധിയുടെ നാളുകളിൽ കാനന പാതയിലൂടെ കാടും മലയും പുഴയുമൊക്കെ കടന്ന് കാട്ടാറുമൊക്കെ താണ്ടി കാട്ടാനയുമൊക്കെ കണ്ട് വെല്ലുവിളികളെ അതിജീവിച്ച് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒന്നും അയ്യപ്പസ്വാമിയെ കാണാൻ ഒരു തടസ്സവുമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് സന്നിധാനത്തേക്ക് ഒഴുകിയെത്തിയ ഭക്തജനങ്ങൾ നവംബർ 16-ാം തീയതി മണ്ഡലകാലത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വൈകിട്ട് 5 മണിക്ക് നവംബർ 16-ന് നട തുറന്നപ്പോൾ മുതൽ ഓരോ നിമിഷവും സന്നിധാനത്ത് അനുഭവപ്പെട്ട ഭക്തജന തിരക്കിൻ്റെ മണിക്കൂറുകൾ, അതിനൊക്കെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള വിശേഷാൽ പൂജ ആരംഭിച്ചിരിക്കുന്നു. 11:30 വരെയുള്ള ആ മുഹൂർത്തം ഇത്തവണ കണ്ടത് ലോകമെമ്പാടുമുള്ള ഭക്തജനങ്ങൾ ഇടമുറിയാതെ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയായിരുന്നു. എല്ലാ മണിക്കൂറുകളും സന്നിധാനത്ത് ഭക്തജന തിരക്കിൻ്റെതായിരുന്നു. എല്ലാ ദിവസവും ഭക്തജന തിരക്കിൻ്റെതായിരുന്നു. നാനാഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ഒരു ആഗോള തീർത്ഥാടനമായിരുന്നു ഈ കഴിഞ്ഞ കാലങ്ങളിൽ, ദിവസങ്ങളിൽ നമ്മൾ സന്നിധാനത്ത് കണ്ടത്. വിദേശികളും രാജ്യത്തു നിന്നുള്ളവരും എല്ലാം ഒരേ മനസ്സോടുകൂടി അയ്യപ്പസ്വാമിയെ മാത്രം ഭജിച്ച്, അയ്യപ്പസ്വാമിയെ മാത്രം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഭജിച്ച് സന്നിധാനത്തേക്ക് ഒഴുകിയെത്തിയ ആ കാഴ്ച, കാനനപാതയിലൂടെ കല്ലും മുള്ളും താണ്ടി കൂടുതൽ ഭക്തർ എത്താൻ ആഗ്രഹിച്ച ഒരു വർഷം, കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭക്തർ കാനനപാതകളിലൂടെ എത്തിയ വർഷം, 80,000-ന് മുകളിൽ ഭക്തർ എല്ലാ ദിവസവും ശരാശരി ദർശനം നടത്തിയ ഒരു തീർത്ഥാടന കാലം. അങ്ങനെയുള്ള വിവിധ സവിശേഷതകളുള്ള ഒരു തീർത്ഥാടന കാലത്തിന് പരിസമാപ്തിയാകുന്നു. ഈ മണ്ഡലകാലം പൂർത്തിയാക്കുമ്പോൾ മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ദർശന പുണ്യത്തിൻ്റെ മകരജ്യോതി തെളിയുമ്പോൾ ആ കാത്തിരിപ്പിൻ്റെ നാളുകളിലേക്കാണ് സന്നിധാനം ഇനി കടക്കുന്നത്. മണ്ഡലകാലത്ത് ഇത്രയും വലിയ തീർത്ഥാടക തിരക്ക് അനുഭവപ്പെട്ടതുകൊണ്ട് തന്നെ പതിവിൽ കൂടുതൽ തിരക്ക് മകരവിളക്ക് തീർത്ഥാടന കാലത്തും അനുഭവപ്പെടാനുള്ള സാധ്യതകൾ വിലയിരുത്തപ്പെടുന്നുണ്ട്. കൂടുതൽ ഭക്തർ മകരവിളക്ക് തീർത്ഥാടന കാലത്ത് എത്തുന്നതിനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു. എല്ലാ ദിവസവും അയൽ സംസ്ഥാന ഭക്തരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു ഇത്തവണ. മലയാളികളെക്കാൾ കൂടുതൽ എന്ന് പറയാവുന്ന വിധം അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ ഈ മണ്ഡലകാലത്ത് സന്നിധാനത്തേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മകരവിളക്ക് തീർത്ഥാടന കാലത്തും ഇനിയുള്ള ദിവസങ്ങൾ ഡിസംബർ 30 വരെയുള്ള ദിവസങ്ങളിലും വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ കൂടുതലായി എത്തുന്നതിനുള്ള സാധ്യതകൾ, മലയാളികൾക്കൊപ്പം തന്നെ എത്തുന്നതിനുള്ള സാധ്യതകൾ വിലയിരുത്തപ്പെടുന്നു. തിരക്കിൻ്റെ മണിക്കൂറുകൾ, തിരക്കിൻ്റെ ദിവസങ്ങൾക്കാണ് സന്നിധാനം സാക്ഷ്യം വഹിച്ചത്. ഇടമുറിയാതെ ശരണമന്ത്രധ്വനികൾ മാത്രം. തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തിയപ്പോഴൊക്കെ കണ്ട കാഴ്ച നമ്മൾ ഇടമുറിയാതെ ഭക്തജന പ്രവാഹം സന്നിധാനത്തേക്ക് എത്തിയ കാഴ്ചകളെല്ലാം ജനം ടി വി ഭക്തി നിർഭരമായി, ഭക്തി സാന്ദ്രമായി സന്നിധാനത്തെ ഓരോ വിശേഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ആ കാഴ്ചകൾ അതേപോലെ തന്നെ ഭക്തി നിർഭരമായി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഈ മണ്ഡലപൂജയുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തങ്കയങ്കി എത്തിയപ്പോഴൊക്കെ ഏറ്റവും പുണ്യകരമായിട്ടുള്ള നിമിഷം, ഏറ്റവും ഭക്തി നിർഭരമായിട്ടുള്ള നിമിഷം, ഭക്തരെ സംബന്ധിച്ച ഒരു വർഷത്തെ കാത്തിരിപ്പ്. പത്തനംതിട്ടയിലെ
ആറന്മുളയിൽ നിന്നും പുറപ്പെട്ട് വിവിധ ക്ഷേത്രങ്ങൾ, വിവിധ ഭവനങ്ങൾ, വിവിധ ഹൈന്ദവ സംഘടനകൾ ഒക്കെ ഒരുക്കുന്ന സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തിയപ്പോഴുള്ള ആ ഒരു സന്നിധാനം എത്രത്തോളം ഭക്തിയിലേക്ക് ലയിച്ചു എന്നുള്ളത് വാക്കുകൾക്ക് അതീതമായി മാറുകയായിരുന്നു. ഭക്തരെ സംബന്ധിച്ചിടത്തോളം തങ്കയങ്കി ഘോഷയാത്ര ആറന്മുളയിൽ നിന്നും സന്നിധാനം എത്തുന്ന ആ മണിക്കൂറുകൾ, ആ ദിവസങ്ങൾ, ആ 3 ദിവസത്തെ പ്രയാണം, അത് ഓരോ വർഷത്തെയും കാത്തിരിപ്പാണ്. ഇനി അടുത്ത വർഷം തങ്ങളുടെ വീടിൻ്റെ മുൻപിലൂടെ അല്ലെങ്കിൽ തങ്ങളുടെ ക്ഷേത്രത്തിലൊക്കെ ഈ തങ്കയങ്കി ഘോഷയാത്ര എത്തുമ്പോൾ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കം 1 വർഷം മുൻപേ ആരംഭിക്കുകയാണ് ഭക്തജനങ്ങളെല്ലാം. 1 വർഷം കാത്തിരിക്കുകയാണ് ഭക്തജനങ്ങളെല്ലാം. അയ്യപ്പൻ്റെ തങ്കയങ്കി, അയ്യപ്പൻ്റെ സാന്നിധ്യമുള്ള ആ തങ്കയങ്കി തങ്ങളുടെ സമീപത്തിലൂടെ, തങ്ങളുടെ ഭവനത്തിന് മുന്നിലൂടെ, തങ്ങളുടെ വീടിന് ക്ഷേത്രത്തിന് സമീപത്തൂടെ, ക്ഷേത്രത്തിലൊക്കെ എത്തുമ്പോൾ വരവേൽക്കുന്നതിന് വേണ്ടി 1 വർഷം ഇനി ആ ഭക്തജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഓരോ വർഷത്തെയും കാത്തിരിപ്പിൻ്റെ പൂർത്തീകരണമായിരുന്നു ഇന്നലെ തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തിയപ്പോൾ നമ്മൾ കണ്ടത്. ചിത്രതിരുനാൾ ബാലരാമവർമ്മ തമ്പുരാൻ ഒരു ജീവിതകാലം മുഴുവൻ അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ച അയ്യപ്പ ഭക്തൻ എന്തൊരു ഭരണകാര്യങ്ങളിൽ എന്ത് തീരുമാനമെടുക്കുമ്പോഴും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി മാത്രം തീരുമാനങ്ങളെടുത്ത ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ തമ്പുരാൻ 420 ഗ്രാം തൂക്കമുള്ള 1970 സമർപ്പിച്ച ആ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന തൊഴുക ഭക്തർക്ക് അത്രയും ഭക്തിയുടെ ആത്മസംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. ആ ആത്മസംതൃപ്തിയോട് കൂടിയാണ് ഇന്നലെ ദീപാരാധനയ്ക്ക് ശേഷം ദർശനം നടത്തി ഭക്തജനങ്ങൾ മലയിറങ്ങിയത്. ഇന്ന് മണ്ഡല പൂജയ്ക്ക് വേണ്ടി ഭക്തർ കാത്തു നിൽക്കുന്നത്. ആ ഭക്തി നിർഭരമായിട്ടുള്ള കാഴ്ച വാക്കുകൾക്ക് അതീതമായി, വർണ്ണനകൾക്ക് അതീതമായി ഭക്തി നിർഭരമായി മാറുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഫ്ലൈ ഓവറിൽ ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യം. ഇനി ഏകദേശം 1 മണിക്കൂറുണ്ട്. ആ മണിക്കൂർ ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കണം. അതിനുശേഷമാണ് പൂജ പൂർത്തിയാക്കി, പൂജാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കുക. സോപാനത്തിന് സമീപത്തേക്കെത്തി ശ്രീകോവിലിന് മുന്നിൽ നിന്നുകൊണ്ട് അയ്യപ്പരൂപം ഭക്തർക്ക് ദർശിക്കാനാവുക. ആ പൂജാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഭക്തർക്ക് സന്നിധാനത്തേക്ക് എത്തുന്നതിനും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഭക്തജന തിരക്ക് സന്നിധാനത്ത് നന്നേ കുറവാണ്. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് കൊണ്ട് തന്നെ സന്നിധാനത്ത് ഇന്നലെ വരെ കണ്ട കാഴ്ചയല്ല ഇന്ന് ഉള്ളത്. ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന കാഴ്ച. ഇന്നലെ നിലയ്ക്കൽ മുതൽ, പമ്പ മുതൽ, മരക്കൂട്ടം മുതൽ ഭക്തജനങ്ങൾ മണിക്കൂറുകളോളം കാത്തുനിന്നാണ് ഈ തീർത്ഥാടന കാലത്ത് ദർശനം നടത്തിയത്. എത്രയോ മണിക്കൂറുകൾ വെയിലും മഴയും സഹിച്ച്, വിശപ്പും ദാഹവും സഹിച്ച് അയ്യപ്പസ്വാമിയെ മാത്രം കാണുന്നതിന് വേണ്ടി ഒരേ ഒരു ലക്ഷ്യം ശബരിമല, ഒരേ ഒരു മാർഗം അയ്യപ്പസ്വാമി എന്ന് മാത്രം മനസ്സിൽ പറഞ്ഞുകൊണ്ട് കാത്തുനിന്ന എത്രയോ കോടി ഭക്തജനങ്ങളെയാണ്, എത്രയോ ലക്ഷം ഭക്തജനങ്ങളെയാണ് ഈ തീർത്ഥാടന കാലത്ത് 1 മാസം കൊണ്ട് നമ്മൾ സന്നിധാനത്ത് നിന്ന് കണ്ടത്. അവർക്ക് വെയിൽ പ്രശ്നമല്ല, മഴ പ്രശ്നമല്ല, കാലാവസ്ഥ ഒന്നും പ്രശ്നമല്ല. മഴ, മഞ്ഞ് കാലാവസ്ഥ എന്തു മാറി വന്നാലും, കാടും മലയും പുഴയും താണ്ടേണ്ടി വന്നാലും, എത്ര മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വന്നാലും, തീർത്ഥാടനത്തിൻ്റെ ആദ്യ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് എത്രയോ മണിക്കൂറുകളാണ് ഭക്തർ കാത്തുനിന്നത്. അങ്ങനെ എന്തൊക്കെ തടസ്സങ്ങളുണ്ടായാലും, എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടായും ആ ദിവ്യരൂപം ഒരു നോക്ക് കാണുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുകയാണ്. പുതിയ ജീവിതവുമായാണ് മലയിറങ്ങുന്നത്. പുതുജീവിതം അയ്യപ്പസ്വാമി നൽകിയെന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഓരോ ഭക്തനും ഇവിടെ നിന്നും മലയിറങ്ങുന്നത്. അതുകൊണ്ട് പ്രതിബന്ധങ്ങളൊന്നും തടസ്സമല്ല. അയ്യപ്പസ്വാമിയെ ഒരു നോക്ക് കാണുക എന്ന ലക്ഷ്യത്തോടു കൂടി ലക്ഷക്കണക്കിന് ഭക്തർ രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ ആഗോള തീർത്ഥാടന കാലത്ത് സന്നിധാനത്തേക്ക് ഒഴുകിയെത്തിയ കാഴ്ചയാണ് ഈ 1 മാസക്കാലം നമ്മൾ കണ്ടത്.